guys, welcome back to the channel. അപ്പോൾ നമ്മുടെ ഇറ്റലി സീരീസിന്റെ തേർഡ് ഡെസ്റ്റിനേഷൻ ആയ പിസയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഓറഞ്ച് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് 18 euro സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിസ സെൻട്രലിൽ വന്നിറങ്ങിയത്. അവസാന നിമിഷം ടിക്കറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനൊക്കെ ഓടി പിടിച്ചാണ് കയറിയത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു വിഷ്വലും ക്യാപ്ചർ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ പിസ സെൻട്രലിൽ എത്തി ഞങ്ങളെ ഇവിടുത്തെ എയർബിൻബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ഒരു ബസ് പിടിക്കണം, എന്നാലും നമ്മുടെ എയർബിൻബിയിൽ എത്താൻ പറ്റും. ആൻഡ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉള്ളത്. സോ നമുക്കിനി ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. സെയിം നമ്മൾ മിലാനിലും ഫ്ലോറൻസിലും എടുത്ത പോലെ തന്നെയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്. ഇന്നും ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്ലോറൻസിലെ ടിക്കറ്റ് 90 മിനിറ്റ്സിനാണെങ്കിൽ ഇവിടെ പിസയിൽ ഈ ടിക്കറ്റ് വരുമ്പോൾ 70 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ എയർബിൻബി. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവരുടെ ആപ്പ് യൂസ് ചെയ്തും ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ്ലി എടുത്തതേ ഉള്ളൂ. സോ ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഇനി വെയിറ്റ് ചെയ്യാണ് നമ്മൾ ബസ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി. ശരിക്കും ഫ്ലോറൻസ് നിന്ന് പിസയിലോട്ട് ഒരു 1 day ട്രിപ്പ് ഡെസ്റ്റിനേഷൻ മാത്രമാണ്. ബട്ട് ഇവിടുത്തെ ഒരു ട്രെയിൻ സ്ട്രൈക്ക് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത്. ഇത് ഞാനിപ്പോൾ ഓൾറെഡി എൻബിയിൽ കയറി. ഇവിടെ നല്ലൊരു മിററുണ്ട്. ഹായ് ഗായ്സ്. ആൻഡ് ദെൻ നമ്മൾ കയറി വരുമ്പോൾ ഇത് ഞങ്ങളുടെ റൂമാണ്. നല്ലൊരു വലിയ ബെഡ്, നമുക്ക് കുറേ സ്റ്റോറേജും മിററുണ്ട്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മിറർ. വെയിറ്റ് ഇവിടെ വാഷ്റൂമാണ്. നല്ല സ്പേഷ്യസ് വാഷ്റൂമും നമുക്ക് ഷവർ ഏരിയയും ഡിഫറെൻ്റ് ആണ്. വീണ്ടും ഒരു നല്ല സൂപ്പർ മിറർ. ഹായ് ഇതിരിക്കട്ടൻ സ്ട്രോബെറി ഒക്കെ കഴിച്ച് ഉടുപ്പൊക്കെ എല്ലാം ബാക്കിയിട്ടുണ്ട്. ദെൻ ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. ടയർഡായ അവിടെ കിടപ്പുണ്ട്. ആൻഡ് ഇത് എൻ്റെ ഏരിയ, വിശാലമായ കിച്ചൺ. നമുക്ക് എല്ലായിടത്തും ഇവിടെ TV ഉണ്ട് കേട്ടോ, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് സ്റ്റോറേജും. ബട്ട് ഞങ്ങൾക്ക് ഫ്ലോറൻസിലെ അപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയതുപോലെ കുറേ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. ജസ്റ്റ് ബേസിക് ഉപ്പും ഒരു പാക്കറ്റ് മാവും പഞ്ചസാര കോഫി പൗഡർ, അത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഹൗസ് ഓണർ നമ്മുടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ റൂളാണ്. പക്ഷേ ഈ ഡോക്യുമെൻറ്റ്സ് നമ്മളിൽ നിന്ന് മിലാനിൽ മേടിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ഫ്ലോറൻസിൽ നിന്നും പിസയിലും മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. സോ ഇനി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നാളെ നമ്മൾ നേരെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും. ഇനി ഒന്നിനും വയ്യ, ഞങ്ങൾ കട്ട ടയർഡാണ്. നമുക്ക് നാളെ ലീനിങ് ടവർ ഓഫ് പിസയിൽ പോകണം. ഇവിടെ വേറെ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇപ്പോഴത്തേക്ക് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. നമുക്ക് അടുത്ത വിഷ്വൽസിൽ നമുക്ക് കാണാം എന്തൊക്കെ വിശേഷങ്ങൾ ഇവിടെ പിസയിലുണ്ട്. നാളെ ഞങ്ങൾ തിരിച്ച് ക്രാക്കോയിൽ പോകും. സോ ആ വീഡിയോ നമ്മളിവിടെ പിസ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. ആൻഡ് ദിസ് ഈസ് ലൈഫ് ഓഫ് അമൻ ഐഫൽ ഫ്രം പിസ. ഇനി സാധാരണ എയർബിൻബി കാണാത്തൊരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എക്സ്ബോക്സും ഉണ്ട്. ഒരു ഗെയിം കളിച്ചാൽ എക്സ്ബോക്സിൽ. സോ ഗൈസ് ഞങ്ങൾ എക്സ്ബോക്സിൽ ഒരു ഗെയിം കളിക്കട്ടെ. പിന്നെ ഇൻറ്റീരിയേഴ്സ് നല്ല പ്രത്യേക തരമാണ്. ഇത് ഇങ്ങനത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഒരിക്കലും നിന്നില്ല. അവരിവിടെ ഒരു വെറൈറ്റി ആയിട്ട് പല ഏരിയയിലും അത് റോ ആയിട്ടാണ് ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. അതിന് വേറെ ഒരു ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ ഞങ്ങളുടെ ഫേവറേറ്റ് അപ്പാർട്ട്മെൻറ്റ് ഫ്ലോറൻസിലല്ലേക്കാ ലാസ്റ്റ് എയർബിൻബി, അതായിരുന്നു സൂപ്പർബ്. ഞങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എക്സ്ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ അതും വെച്ചിട്ട് ഗെയിം കളി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാണ്. ഇതിന് പെട്ടെന്ന് കുറച്ച് കാർട്ടൂൺ ടൈമാണ് അവൻ്റെ. എന്നിട്ട് വേണം നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ. ഇനി സൺസെറ്റ് 9 മണിയൊക്കെ സമയത്തൊക്കെ ആയിരിക്കും. ഗെയിം ജയിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ബോറടിച്ചൊക്കെ ഗെയിം നിർത്താൻ പോവുകയാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ എയർബിൻബിയുടെ എൻട്രൻസ് ആണ്. അതിന് തൊട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു മൗണ്ടൻ ഹിൽ കൈൻഡ് ഓഫ് ഒരു ആണ്. സോ ഞങ്ങളിപ്പോൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. കാരിഫോർ എക്സ്പ്രസ് ആണ്. 2 എണ്ണമൊക്കെ നേരത്തെ അടിച്ചു, ഇനി ഒരെണ്ണം 9 മണിക്ക് അടിക്കും. സോ അവിടെ പെട്ടെന്ന് പോയിട്ട് 1-2 ഗ്രോസറി സാധനങ്ങൾ മേടിച്ചിട്ട് വേണം നമുക്ക് ഡിന്നർ കഴിക്കാൻ. ബസ്സിലായിരുന്നു നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലോട്ട് വന്നത്. ആ റൂട്ടിൽ 1+ നല്ലൊരു ഫൗണ്ടൻ അല്ലേ. അവിടെ ഒരു ബ്രിഡ്ജാണ് തോന്നുന്നു കേട്ടോ. നെറ്റിൻ്റെ ടൈം ആയപ്പോൾ നല്ല രസമുണ്ട്. എതിർക്കിട്ട് എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ പിസ. എന്തോ നോക്ക്, ഒരു കാല് കടയിൽ പോയിട്ട് വന്നിട്ട് നമുക്കൊന്ന് അവിടെ നിൽക്കാം കേട്ടാ. ഞങ്ങൾ 3 ദിവസം ഇറ്റലിയുടെ 3 സിറ്റിയിൽ നിന്നു. നമ്മൾ മിലാനിൽ നിന്നു, ഫ്ലോറൻസിൽ നിന്നു, ആൻഡ് ഇന്ന് നമ്മൾ പിസയിലാണ്. സോ മിലാനിലാണ് ഞങ്ങൾ ഏറ്റവും എക്സ്പെൻസീവ് കുപ്പി മേടിച്ചത് 4 euro. അത് നേരെ ഫ്ലോറൻസിലെത്തിയപ്പോൾ 2.60 euro ആയി. ഇന്ന് പിസയിൽ നിന്ന് ഞങ്ങളൊരു കുപ്പി ബോട്ടിൽ മേടിച്ചപ്പോഴത്തേക്കും 0.29 euro ആണ്. അതായത് കൂട്ടത്തിൽ ഏറ്റവും ചീപ്പ്. ഇതുവരെ പിസയിൽ ഒരു കുപ്പി വെള്ളമായിരുന്നു. ശരിയാണ്.
ബട്ട് സ്റ്റിൽ നമ്മൾ ഇത്രയും സാധനം ഇന്നലെ ഫ്ലോറൻസിൽ നിന്ന് എവിടെയെങ്കിലും മേടിച്ചിരുന്നെങ്കിൽ ഒരു €10 പൊട്ടിപ്പോയെങ്കിൽ നമ്മള് ഞങ്ങളൊരു 4 കുപ്പി വെള്ളവും ഒരു 1.5 ലിറ്റർ പെപ്സിയും ഒരു ചിപ്സും മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് €3.40 ആണ് ആയത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് ലീനിങ് ടവർ ഓഫ് പീസ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റാണ്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള എയർബിഎൻബിയുടെ അടുത്തുള്ള ലൊക്കേഷൻ ഞങ്ങൾ ബസ് സ്റ്റോപ്പിന് ഇട്ടപ്പോഴത്തേക്കും ആ ബസ് ഡ്രൈവർ ഞങ്ങളെ കൊണ്ട് 2 സ്റ്റോപ്പ് അപ്പുറത്ത് ഇറക്കിയത്. ഇന്ന് സെയിം ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ബസ് എടുക്കേണ്ടത്. അറിയില്ല ബസ് നിർത്തുമില്ലേ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതോ ബസ് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ ഫുൾ പൊളിയും. കാരണം ഞങ്ങൾക്ക് 2:50 ഞങ്ങളുടെ ഫ്ലൈറ്റാണ് തിരിച്ച് ക്രാക്കോയിലോട്ട്. സോ ലെറ്റ്സ് സീ എന്താ നടക്കുന്നതെന്ന്. മഴക്കോളം ഉണ്ട്. എവിടെ കാര്യം അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഒക്കെ അവസ്ഥ. അറിയാതിരിക്കട്ടെ, ഈ ഒരു മൂടിക്കെട്ടിലും മതി, കൊടും വെയിലും വേണ്ട. അങ്ങനെ ദൂരെ നമ്മുടെ ബസ് വരുന്നുണ്ട്. ഇനി സ്റ്റോപ്പിൽ നിർത്തുമില്ല എന്നുള്ളത് കണ്ടറിയണം. സോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് വന്നിറങ്ങി. ഓ മൈ ഗോഡ്. കയറി വരുമ്പോൾ തന്നെ അവർ നമ്മൾ വെൽക്കം ചെയ്യും. വെൽക്കം വൺസ് മെനി മിറാക്കിൾസ് ടു എക്സ്പ്ലോർ. ശരിയാണ്, ഇവിടെ നമുക്ക് ബാപ്പിസ്ത്രയുണ്ട്, പിന്നെ നമ്മുടെ ലീനിങ് ടവർ ഓഫ് പിസ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കത്തീഡ്രലും ഉണ്ട്. സോ ഇത് 3 ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഇറ്റലി യാത്ര നിർത്തിയിട്ട് ക്രാക്കോയിലോട്ട് പോകുന്നത്. And here we are at the famous Leaning Tower of Pisa. തൊട്ടടുത്ത് കാണുന്ന കത്തീഡ്രലിനെ ബെൽ ടവർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു സ്ട്രക്ചർ അതിന്റെ ക്രേസി ടിൽറ്റ് കാരണമാണ് ലീനിങ് ടവർ ഓഫ് പിസ എന്ന് അറിയപ്പെടുന്നത്. കൺസ്ട്രക്ഷൻ സമയത്ത് അവിടുത്തെ സോഫ്റ്റ് സോയിൽ കാരണമുണ്ടായ അൺസ്റ്റേബിൾ ഫൗണ്ടേഷൻ ആണ് നിയർലി 4 ഡിഗ്രി ലീൻ ഈ ഒരു സ്ട്രക്ചറിന് കൊടുത്തത്. ആൻഡ് ഓൾസോ ഫേമസ് സയന്റിസ്റ്റ് ഗലീലിയോ ലീനിങ് ടവർ ഓഫ് പിസയുടെ മുകളിൽ നിന്നാണ് 2 ബോൾ എക്സ്പെരിമെന്റ് ചെയ്തത്. നേരം അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു കഫേ സ്പോട്ട് ചെയ്തു. ആൻഡ് ലക്കിലി അവിടെ ഒരു ടേബിൾ ഫ്രീ ആയിരുന്നു, ഫ്രം വെയർ നമുക്ക് അടിപൊളി ലീനിങ് ടവർ ഓഫ് പിസ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഞാൻ ആ മെനു നോക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല കത്തി റേറ്റ് ആയിരുന്നു. ഈ കാണുന്ന 2 കോഫിയും ഒരു ക്രോസോണ്ടും മേടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് €11 ആണ് സ്പെൻഡ് ആയത് അവിടെ. ഞങ്ങൾ കോഫിയും കുടിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലും പോവാം, പക്ഷെ ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അല്ലെങ്കിൽ മിസ്സാവും ടോപ്പിൽ കയറാൻ നിന്നാൽ. നല്ല ക്യൂ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഒരു കില്ലൻ ഫോട്ടോ സ്പോട്ട് പറഞ്ഞു തരട്ടെ. എല്ലാവരും ഇതിന് ഫ്രണ്ട് സൈഡിൽ നിന്നായിരിക്കും കൂടുതൽ ഫോട്ടോസ് എടുക്കുന്നത്. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, വന്നിട്ട് നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരണം. പൊതുവെ അവിടെ തിരക്ക് കുറവാണ്. ആൻഡ് രാവിലെ വന്നാൽ ഒരാളും കാണൂല ബാക്ക് സൈഡിൽ പോലും. ഇനി വീണ്ടും അതേ ഓഫീസ് ഹെക്ടിക് സ്കെഡ്യൂൾസും അല്ലെങ്കിൽ വെക്കേഷൻ മോഡ് ഓഫായിട്ട് പഴയ അടുത്ത വർക്ക് മോഡ് ഞങ്ങളുടെ ഓണാവാൻ പോവാണ്. സോ ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. ഇവിടെ വന്ന ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാം, നമുക്ക് ഒരുപാട് ആൾക്കാർ പല പല ആംഗിളിലും പല പല പോസസിലും ഫോട്ടോസ് എടുക്കുന്നത് കാണാൻ പറ്റും. അതിലൊന്നാണ് ഈ കണ്ണ് ഫാമിലി ക്യാപ്ചർ ചെയ്യുന്നത്. ലീനിങ് ടവർ ഓഫ് പിസയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയ സമയത്തുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നേരെ എയർബിഎൻബി പോയി ചെക്കൗട്ട് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ടിലോട്ട് പോകാൻ. സോ ഞങ്ങൾ എയർബിഎൻബി ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി നമ്മുടെ ലീനിങ് ടവർ ഓഫ് പിസ കാണാൻ പോയ ടിക്കറ്റ് വാലിഡിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് വാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ ഷട്ടിലുണ്ട്, പക്ഷെ അത് ഒരാൾക്ക് €6 ആണ്. ഇപ്പോൾ ഒരു ബേബി ഉണ്ടെങ്കിൽ അവനും എടുക്കണം. സോ ഞങ്ങൾ ടെക്നിക്കലി ഞങ്ങളൊരു €23 ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. സോ എയർപോർട്ടിൽ പോകാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്താൽ കുറച്ച് €, പോക്കറ്റ് ഇരിക്കും. അതിന് വേറെ എന്തെങ്കിലും ട്രിപ്പ് അടിക്കാം. നമ്മുടെ ഇവിടുത്തെ പിസ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പിസ എയർപോർട്ട് ഹാർഡ്ലി ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. സോ വി ക്യാൻ വാക്ക്. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ബൈ ടു പിസ. ഞങ്ങൾ ഈ ഒരു ഫുട്പാത്തിൽ കൂടെയാണ് നടന്നു വന്നത്. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു പിസയുടെ. ശരിക്കും ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഐറ്റിനറി വെച്ചിട്ട് ഞങ്ങളിവിടെ സ്റ്റേ ഒന്നും ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ബട്ട് സഡൻലി ഒരു ട്രെയിൻ സ്ട്രൈക്ക് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കാശ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നവർ സൺഡേസിലും മിക്കപ്പോഴും ഇവിടെ ശരിക്കും പിസയിൽ ഡേ ട്രിപ്പിനുള്ളതേ ഉള്ളൂ. സോ ഗൈസ്, എപ്പോഴും ട്രെയിനിൻ്റെ ഇത് ഷെഡ്യൂൾ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പണി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അതൊക്കെ വെച്ച് കണ്ണിറുക്കി കാണിച്ച്. ഇനി എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട്? 10 മിനിറ്റും കൂടി അല്ലേ? യെസ്, വിതിൻ 700 meters വി ആർ ഗോയിങ് ടു റീച്ച് നമ്മുടെ പിസ എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം പിസ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇതിരുകുട്ടൻ നല്ല ഉറക്കമായിട്ട് നമുക്ക് സുഖമായിട്ട് നടന്നു വരാൻ പറ്റി. അവിടത്താണ് ടയർഡായല്ലേ? എന്തായാലും അവരിത് അലൗ ചെയ്യില്ല. ഫോൺ പിടിച്ചേ.
ഞാനും കുടിക്കട്ടെ. ബോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് റയാൻ എയറിലാണ് ക്രാക്കോയിലോട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് റയാൻ എയർ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആ സെക്കൻഡ് ബഡ്ജറ്റ് ഫ്ലൈറ്റ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആക്ച്വലി ബോഡി നമ്മുടെ ഫ്ലൈറ്റിന് ഇനിയും ടൈമുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വന്നതേ ഉള്ളൂ. വെറുതെ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. റയാൻ എയർ വിസയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി വിത്ത് ടിക്കറ്റ് ഒരു ബാഗ് മാത്രമേ അലൗഡ് ആയിരിക്കും. ഒരു ഷോൾഡർ ബാഗ്, അതിനും സൈസ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ അത് ഫിറ്റ് ആയിരിക്കണം, അതർവൈസ് അവർ അലൗ ചെയ്യൂല. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആ ഒരു പോർഷൻ ക്യാപ്ചർ ചെയ്തേ ഉള്ളൂ. നേരത്തെ വന്നിട്ട് പോലും എന്തൊരു തിരക്ക്. അങ്ങനെ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഗേറ്റിനടുത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇനിയൊരു 2 മണിക്കൂർ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യും. ആക്ച്വലി ഗേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഗേറ്റ് അനൗൺസ് 1:30 അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ കുട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. നമ്മുടെ ഗേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 4 എന്നാണ്. ആൻഡ് ലക്കിലി ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഇരിക്കുന്നത്. ഒടുക്കത്തെ തിരക്കായിരുന്നു. ഭയങ്കര പാടുമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് തന്നെ ആ ഒരു എയർപോർട്ടിൽ കിട്ടിയത്. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നേരത്തേക്ക് പോയി ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് വന്നത് നല്ല ചോക്ലേറ്റ് ക്രോസോണ്ടൊക്കെ കഴിച്ചിട്ട് ഇതിനെ കൊണ്ടുവന്ന് ബേബി ചേഞ്ചിങ് റൂമിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമുള്ള ആ ഗേറ്റിൻ്റെ അവസ്ഥയായിരുന്നു ഇത്. എന്തിനാണ് ഞാൻ എണീച്ച് പോയെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേഡ് ആണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. ആൻഡ് ഞങ്ങൾക്ക് കുറേ നേരം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾക്ക് ആ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലമില്ല, ആരും ഒന്നും മാറി തന്നത് പോലുമില്ല. എന്നാലും റയാൻ എയർ ഇമാതിരി ചതി കാണിക്കുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കട്ട പോസ്റ്റ് ആയിപ്പോയി ആ ഗേറ്റ് ഫ്രണ്ടിൽ. ഞങ്ങൾ 9 എടുക്കാനുള്ള ഫ്ലൈറ്റാണ്. 3:30 ആയപ്പോഴാണ് അവർ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. ഇനി എപ്പോഴാണാവോ എടുക്കുന്നത്. അങ്ങനെ പിസേനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ ക്രാക്കോയിലോട്ട് പോവാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇന്ന് ഫുൾ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റയാൻ എയറിൽ നമ്മൾ ബോർഡ് ചെയ്തതിന് ശേഷം പോലും നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുത്തു. ഓൾമോസ്റ്റ് 4 o'clock ശേഷമാണ് ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയത് തന്നെ. സത്യം പറഞ്ഞാൽ റയാൻ എയറിനെ നമ്മൾ വിസ് എയർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിസ് എയർ ആണ് ഏറ്റവും ബെസ്റ്റ്. സീറ്റിങ്ങും എല്ലാം. റയാൻ എയർ ഒരുമാതിരി സീറ്റ്സ് ഒന്നും അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. ബട്ട് ഫൈൻ, ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇത്രമാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. ആൻഡ് ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിത്തിൻ 1.5 hour നമ്മൾ ക്രാക്കോയിൽ ലാൻഡ് ചെയ്തു. ഇനി നേരെ ലഗേജും കളക്ട് ചെയ്തിട്ട് വീട്ടിൽ പോകണം. ലാൻഡ് ചെയ്തിട്ട് 1/4 മണിക്കൂറോളമായി. ലഗേജിൻ്റെ ഒരു വിവരവും ഇല്ല, ഇതുവരെ വന്നിട്ടില്ല ലഗേജ്. ഇതുപോലെ തന്നെയായിരുന്നു ഫ്ലൈറ്റ്. കട്ട ശോകം എന്ന് വെച്ചാൽ കട്ട ശോകം. റയാൻ എയർ സീരിയസ്ലി ആദ്യം നിങ്ങൾ ഫ്ലൈറ്റ് ഡിലേ ചെയ്തു. അങ്ങനെ 6:30 അപ്പം നമ്മുടെ ലഗേജ് എത്തി. പോയതിന് കൂട്ടാ ആ പോട്ടെ. ഓ വീടില്ല ഓ കം ബാ ബാ പോവാം. നമ്മുടെ ചെക്ക്ഡ് ഇൻ ബാഗേജ് കിട്ടിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അവിടെ ഓവർ സൈസ് ലഗേജിൻ്റെ അവിടെ ഇതിൻ്റെ സ്ട്രോളറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ എത്ര സമയം എടുക്കുന്നു ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീടെത്തി. എല്ലാവർക്കും നമ്മുടെ ഈ കുട്ടി ഇറ്റലി സീരീസ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ലോഗ് ബൈ. വീഡിയോ കഴിയുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു കളക്ഷനും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്രാക്കോന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ആ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ മിലാൻ. നമ്മുടെ ഇറ്റലി സീരീസിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ മിലാൻ. ദെൻ നമ്മുടെ ഫ്ലോറൻസ്. And the third destination, Pisa. So yes, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷൻ. ഇതിപ്പോൾ എൻ്റെ ഒരു പുതിയ ഒരു ഹാപ്പിനെസ് കൈൻഡ് ഓഫ് തിങ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ പിന്നെ കാണാം. ബൈ ബൈ.